ഭൂകമ്പം തകർത്ത മ്യാൻമറിലും തായ്ലൻഡിലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഇരു രാജ്യങ്ങളിലുമായി മരണം 700 കടന്നു. ഭാരതം, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മ്യാൻമറിന് സഹായവുമായി രംഗത്തെത്തി. മ്യാൻമറിനായി ഭാരതം ഓപ്പറേഷൻ ബ്രഹ്മ ആരംഭിച്ചു. 15 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുടെ ഇന്ത്യൻ വ്യോമസേന വിമാനം മ്യാൻമറിലെത്തിയതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. മ്യാൻമറിന് മാനുഷിക സഹായം വാഗ്ദാനം ചെയ്ത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തി. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, മ്യാൻമറിലെയും തായ്ലൻഡിലെയും ഭൂകമ്പത്തിന്റെ വ്യാപ്തി എത്രത്തോളം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്? മരണപ്പെട്ടവരുടെ സംഖ്യകൾ ഇങ്ങനെ ഓരോ മണിക്കൂറിലും കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ മരണം 700 കടന്നിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം സഹായഹസ്തവുമായി ഭാരതവും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും രംഗത്തെത്തിയിട്ടുമുണ്ട്. വിവരങ്ങൾ. തീർച്ചയായും രോഹിണി, മരണസംഖ്യ വൻതോതിൽ വർദ്ധിച്ചു എന്നതാണ് ഇപ്പോൾ നമുക്ക് നൽകാനാകുന്ന ഏറ്റവും പുതിയ വിവരം. നമുക്കറിയാവുന്നതായിരുന്നു, ഇന്ന് രാവിലെ വരെ മരണസംഖ്യ 200-ന് താഴെയായിരുന്നുവെങ്കിൽ ഇപ്പോൾ വീണ്ടും രക്ഷാപ്രവർത്തനം ആരംഭിച്ചപ്പോൾ പുതിയ രക്ഷാപ്രവർത്തനം ഇന്ന് രാവിലെ പുതിയ രീതിയിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചപ്പോഴാണ് 694 പേരുടെ മരണം സ്ഥിരീകരിച്ചത്. ഇപ്പോൾ 700 കടന്നു എന്ന വിവരങ്ങളും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. മ്യാൻമാറിലും തായ്ലൻഡിലുമായി ഇത്തരത്തിൽ 700-ലേറെ പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ദൃശ്യങ്ങളിലെല്ലാം തന്നെ വലിയ തോതിലുള്ള ഈ ഭൂമി കുലുക്കവും കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതും കാണുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ശക്തമായൊരു ഭൂകമ്പം തന്നെയായിരുന്നു ഉണ്ടായത് എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാവുന്നതാണ്, ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ വൻതോതിൽ ഗതാഗത സംവിധാനങ്ങൾ തകർന്നുപോയതും ഇലക്ട്രിസിറ്റി സംവിധാനങ്ങളുടെയും വെള്ളത്തിന്റെ വിതരണവും എല്ലാം തന്നെ തകർന്നുപോയ ഒരു പശ്ചാത്തലമായതോടുകൂടി രക്ഷാപ്രവർത്തനത്തെ പോലും പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ രക്ഷാദൌത്യവുമായി അമേരിക്കയും ഭാരതവും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വൻതോതിൽ രക്ഷാദൌത്യവുമായും അതുപോലെ തന്നെ അടിയന്തര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള മരുന്നും ഭക്ഷണം ഉൾപ്പെടെയുള്ള വസ്തുക്കളുമായി വിമാനങ്ങൾ പുറപ്പെടുകയും ചിലതെല്ലാം എത്തുകയും ചെയ്തു എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. ഭാരതത്തിന്റെ ഇത്തരത്തിലുള്ള കൺസൈൻമെന്റ് വിമാനം അവിടെ എത്തി എന്ന വിവരങ്ങളും നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായും അതീവ ഗുരുതരമായ വലിയ വ്യാപ്തിയുള്ള ഒരു ഭൂകമ്പമാണ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നേരത്തെ വാർത്തകളിലെല്ലാം പുറത്തു വന്നിരുന്നത് പോലെ 7.7 റിക്ടർ റീഡിംഗ് രേഖപ്പെടുത്തിയ വലിയൊരു ഭൂകമ്പമാണ് ഉണ്ടായത്. 8-നോടടുത്ത ഒരു ഭൂകമ്പം ഉണ്ടായിരിക്കുന്നു. തീർച്ചയായും നിലവിലെ മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതയും അതുപോലെ തന്നെ നാശനഷ്ടങ്ങളുടെ കണക്ക് ഇനിയും ഉയരാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. വൻതോതിലുള്ള ഒരു ഭൂകമ്പം ഉണ്ടായതുകൊണ്ട് തന്നെ ഇനി ജനജീവിതം സാധാരണഗതിയിലാകുന്നതിന് ഏറെ സമയമെടുക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളും രക്ഷപ്പെട്ടവരുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള വിഷയങ്ങളും വലിയ വെല്ലുവിളിയായി മാറുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. മരണസംഖ്യ 700 കടന്നു എന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് മ്യാൻമാറിലെയും അതുപോലെ തന്നെ തായ്ലൻഡിലെയും ഭൂകമ്പം സംബന്ധിച്ച് ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന വാർത്ത. ശരി ഐസൻ, ഭൂകമ്പം തകർത്ത മ്യാൻമറിലും തായ്ലൻഡിലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഇരു രാജ്യങ്ങളിലുമായി മരണം 700 കടന്നിരിക്കുന്നു. ഭാരതം, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മ്യാൻമറിന് സഹായവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. മ്യാൻമറിനായി ഭാരതം ഓപ്പറേഷൻ ബ്രഹ്മ ആരംഭിച്ചു. ഐസൻ ജൂസാണ് വിവരങ്ങൾ നൽകിയത്.